ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി എങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് കേരളത്തിലെ, പ്രത്യേകിച്ചും പട്ടണങ്ങളിൽ ജീവിക്കുന്നവരിൽ അധിക ഭാഗവും ആൾക്കാർ. നമ്മൾ ഈ ഓരോ മാസത്തിലും ഉണ്ടല്ലോ നട്ടു വളർത്തേണ്ടുന്ന, അല്ലെങ്കിൽ എന്തൊക്കെ നട്ടു വളർത്തിയാൽ വിജയിക്കും, അല്ലെങ്കിൽ നന്നായി വളരും, വിളവ് തരും, ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പം ഈ ഫെബ്രുവരി മാസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം ഏതാണ്ട് അവസാനിക്കുന്ന ഒരു സമയമാണ്. മഞ്ഞും തണുപ്പും ഒക്കെ കുറഞ്ഞു വരുവാണ്. ചൂട് കാലത്തിന്റെ ഒരു തുടക്കമാണ്. ഈ സമയത്ത് നമ്മൾ ശീതകാല പച്ചക്കറികളായ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ളവരെയൊക്കെ വളർത്തിയാൽ നന്നായിട്ട് വിളവ് കിട്ടണം എന്നില്ല ഈ മധ്യ കേരളത്തിന്റെ ഭാഗത്തിലൊക്കെ ഉള്ളവർക്ക്. എന്നാൽ ഇപ്പം മൂന്നാർ, അതുപോലെ വയനാട് പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഏകദേശം എല്ലാ കാലത്തും തന്നെ ഇത്തരത്തിലുള്ള ശീതകാല പച്ചക്കറികളും വളർത്തിയെടുക്കാം എന്നാണ് ആൾക്കാർ പറയുന്നത്. വെറുതെ കുറച്ച് ഒരു ചാക്കിനകത്തോട്ട് കരിയിലയും വാരിയിട്ട് അതിനകത്തോട്ട് കാബേജിന്റെയോ കോളിഫ്ലവറിന്റെയോ വിത്തും ഇട്ടിട്ട് മൂടി കെട്ടി വെച്ച 3 മാസം കഴിയുമ്പം 4 കിലോ 5 കിലോ വരെ വിളവുള്ള കാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ മധ്യ കേരളത്തിൽ ഈ കോട്ടയം പോലെ ഉള്ള ഭാഗത്ത് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഇതൊന്നും സാധിക്കത്തില്ല. സാധാരണ എനിക്ക് തോന്നിയ ഒരു എറണാകുളം മുതലൊക്കെയുള്ള സ്ഥലങ്ങളിൽ തൊട്ടുള്ളവർക്കെല്ലാം ഇതേപോലെയുള്ള ചൂട് കാലാവസ്ഥ, തൃശ്ശൂരും ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പൊ നമുക്കിതൊന്നും നട്ടു വളർത്താനായിട്ട് പറ്റത്തില്ല. എന്നാൽ ഇതിനും കൂടെ പറ്റുന്നതാണ് ചീരകൾ. ചീര എന്ന് പറഞ്ഞാൽ പച്ച ചീരയായാലും ചുവന്ന ചീരയായാലും സുന്ദരി ചീരയായാലും അതുപോലെ തന്നെ മയിൽപീലി ചീരയുണ്ട്. അങ്ങനെയുള്ള പല തരത്തിലുള്ള ചീരകളുണ്ട്. ഇതുകൂടാതെ പാലക്ക് ചീര, കെയിൽ ചീര, ഇങ്ങനെയുള്ള പല ഇനം ചീരകളുണ്ട്. ഏതിനം ചീരകളായാലും നമുക്ക് നന്നായി നട്ടു വളർത്താനായിട്ട് സാധിക്കും. അപ്പം ഇലവർഗത്തിൽപ്പെട്ട ചെടികൾ നട്ടു വളർത്താനും അതുപോലെ നന്നായി കഴിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടുന്ന ഒരു സമയമാണ് ഈ ചൂടുകാലം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചീരകൾ, ചുവപ്പ് ചീരയായാലും പച്ച ചീരയായാലും സുന്ദരി ചീരയായാലും പാലക് ചീരയായാലും കെയിൽ ചീരയുടെ വിത്തും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വിത്തുകൾ നിങ്ങളുടെ വീട്ടിലെത്തും. പാകി മുളപ്പിച്ച് നട്ടു വളർത്തിയാൽ മതി. ഇന്നിപ്പോൾ നമ്മൾ നടാൻ പോകുന്നതേ കെയിൽ ചീരയുടെ തൈകളാണേ. ഇത് പുലിമട ചെന്നപ്പോൾ പെൺപുലി തന്നു വിട്ടതാ. നട്ടു വെക്കാട്ടോ. ഇതിനകത്തോട്ട് ഞാൻ ഇങ്ങനെ നട്ടു വെക്കുവാണേ. അപ്പം ഞാൻ അപ്പുറം ഇപ്പുറയും 2 വശത്തും വെച്ചിട്ട് ഒരു 3 ചുവടാണ് ഇതിനകത്ത്, 3 അല്ല 3 സൈഡിലും. അപ്പം 6 ചുവട് വരും. അപ്പം ഞാൻ നടുവാണേ. ഇത് ഞാൻ നട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ഈ കുഴിക്കകത്തേക്ക് വെച്ചിട്ട് നടുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ചുവട് പിടിച്ചതായതുകൊണ്ട് ഈ വെയിലിൽ നട്ടാലും കുഴപ്പമില്ല. അതേസമയം ചുവട് പിടിക്കാത്ത ചെടിയാണെങ്കിൽ ചെറിയൊരു വാട്ടം വരും. അപ്പം നിങ്ങൾ അതിനൊരു തണലൊക്കെ കൊടുക്കുന്നത് നല്ലതാണേ. തണൽ കൊടുത്തില്ലേലും ഇവരിങ്ങ് കയറിയൊക്കെ വന്നോളും, ഒന്നും പേടിക്കണ്ട. ഇത്രയേ ഉള്ളൂ. ഈ പാകി കിളിപ്പിച്ച ചെടിയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി നട്ടു കൊടുത്താൽ മാത്രം മതി. അപ്പം നന്നായിട്ട് വളരും. ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ കുറേശ്ശെ വളർന്ന് തുടങ്ങിയ കെയിലാണേ. നമ്മളിവിടെ വിത്ത് കൊടുക്കുന്നുണ്ട്. വിത്ത് വേണ്ടവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാം. അപ്പം ഇതിനകത്തൊരു 6 ചുവട് നട്ടിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നത് പാൽച്ചീര കിളുക്കുന്നുണ്ട്. അത് ചുവന്ന ചീരയാണ്. അതുപോലെ ഈ ചീരയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂവിടും. അപ്പോൾ പൂവിടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട, ആ പൂ ഉണ്ടായി വരുന്നതിനെ അങ്ങ് ഒടിച്ചു കളയണം. അപ്പോൾ ശിഖരങ്ങൾ കുത്തി ഇഷ്ടം പോലെ ഉണ്ടാകും. ആ ഓരോ തളുപ്പും നമുക്ക് ഒടിച്ചെടുത്തിട്ട് തോരൻ വയ്ക്കാം. ഫെബ്രുവരി മാസത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ മറ്റൊരു പച്ചക്കറിയാണേ വെണ്ട. കണ്ടോ, ഇതുപോലെ ഒരു 2 3 കൂടിപ്പോയാൽ ഒരു 4 ചുവട് വെണ്ട മതി നമ്മുടെ വീടുകളിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ വെണ്ടയ്ക്ക കിട്ടാൻ. ഇത് ഒരു വെണ്ടയാണേ. അതിൻ്റെ ഞാൻ മണ്ട ഒടിച്ചു കളഞ്ഞു, കാരണം ഇതിൻ്റെ മേളിൽ കയറിയാണ് കായ്ച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞത്. അപ്പോൾ ശകരം കുത്തി ഇതേ തന്നെ എത്ര വെണ്ടയ്ക്ക ഉണ്ടെന്ന് കണ്ടോ. 1 2 3 4 5 6 വെണ്ടയ്ക്ക നമുക്കിപ്പോൾ ഇതേന്ന് വിളവെടുക്കാൻ പാകത്തിനുള്ളതുണ്ട്. ഇതേപോലെ ഒരു 2 വെണ്ടച്ചെടി ഉണ്ടായിരുന്നാൽ മതി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വെണ്ടയ്ക്ക കിട്ടാൻ. അപ്പം നമുക്കിതേ ഈ വെണ്ടയ്ക്ക ഒന്ന് വിളവെടുത്തേക്കാം കേട്ടോ. പിന്നെ അതങ്ങ് തീർന്നു നിന്നാൽ ഇനി പുതിയ വെണ്ടയ്ക്കകൾ ഇഷ്ടംപോലെ മുട്ടിട്ട് വരുന്നുണ്ട്. അവരെല്ലാം വെണ്ടയ്ക്ക ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് 3 എണ്ണമായി. 4 5 ഇതേന്ന് തന്നെ 6 കണ്ടോ.
ഇത്രയും വെണ്ടയ്ക്ക കിട്ടി കണ്ടോ, ഒരു പിടി വെണ്ടയ്ക്ക. പിന്നെ ദേ ഇവിടെ ഒരു 1-2 എണ്ണം കൂടെ ഉണ്ട്. ഇത്രയും വെണ്ടയ്ക്കയുടെ ആവശ്യമുള്ളൂ. ഇത്രയും വെണ്ടച്ചെടി നട്ടാൽ മതി. നമ്മളിപ്പോൾ ഇടയില്ല, പച്ചക്കറി വളർത്താൻ ഇല്ല, സ്ഥലമില്ല എന്നൊക്കെ പറയേണ്ട പരാതിയുടെ കാര്യമൊന്നുമില്ല. കണ്ടോ, ഒരു 2, 3, 4 ചുവട് ധാരാളം. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ളൊരു വെണ്ടയ്ക്ക. പിന്നെ എന്നും വെണ്ടയ്ക്ക കറിയൊന്നും വെച്ച് കൊടുത്താൽ ആരും നമ്മുടെ വീടുകളിലൊന്നും കഴിക്കത്തില്ല. ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ ഒരു 2 ദിവസം കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാൻ ഇടാനുള്ളത് ഒക്കെ വെണ്ടയ്ക്ക നമുക്കിതുപോലൊരു 4 ചൂട് മതി, കിട്ടും. ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ ചൂടുള്ള, ഫെബ്രുവരി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല ചൂട് കാലമാണ് വരാൻ പോകുന്നത്. ഈ സമയത്ത് നമുക്ക് നട്ട് വളർത്താൻ പറ്റിയതാണ്, നന്നായിട്ട് വിളവ് തരുന്നവരാണ് പച്ചമുളകും തക്കാളി. പച്ചമുളകും തക്കാളിയും നമ്മുടെ തോട്ടത്തിൽ ഇപ്പം ഇല്ലാത്തവരാണെങ്കിൽ, തോട്ടം എന്നൊന്നും വേണ്ട, നമ്മുടെ വീടിന് ചുറ്റിനും നമ്മൾ വളർത്തുന്നവരാണെങ്കിൽ അതിനകത്ത് പച്ചമുളക് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ വന്ന് പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ പിന്നെ നടാമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നവരോ ആണെങ്കിൽ ഒരു 4 ചുവടെങ്കിലും പച്ചമുളകും തക്കാളിയും നട്ടുപിടിപ്പിക്കാൻ മറന്നു പോകരുത്. നന്നായി വളരുകയും ചെയ്യുന്നതാണ്, നല്ലതുപോലെ വിളവും തരുന്നവരാണ് ഈ പച്ചമുളകായാലും തക്കാളി ആയാലും വെണ്ടയായാലും ഇപ്പോൾ. പിന്നെ മാത്രമല്ല, ഈ 3 പേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 45 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള ചെടികളാണെങ്കിൽ. അപ്പം നമുക്ക് നമ്മുടെ പച്ചമുളക് ചെടിയിലെ 5-6 പച്ചമുളക് പറിക്കാം. പച്ചമുളക് ഇപ്പം എനിക്ക് കുറഞ്ഞിരിക്കുവാണേ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറിക്കുന്നത്. അപ്പോൾ പറിച്ചെടുത്തിട്ട് കാണിക്കാം. നിങ്ങൾ എൻ്റെ ചെടി കണ്ടിട്ടുള്ളവരാണ്. ഇന്ന് ഞാൻ ഇതേന്നാണ് പറിക്കുന്നത് കേട്ടോ. ഇതേ കണ്ടോ, ഈ പച്ചമുളകിൻ്റെ ചെടിയിലുള്ളതാണ് പറിച്ചെടുക്കുന്നത്. ഇത്രയും പച്ചമുളക് ഞാൻ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നാൾ നമ്മൾ പറിച്ചുകൊണ്ട് പോയത് ഏകദേശം തീരാറായി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് പച്ചമുളക് പറിച്ചു. അപ്പം ഇനി 5-6 നമുക്ക് തക്കാളിയുണ്ട്, തക്കാളിയും കൂടെ പറിച്ചെടുത്തിട്ട് വരും. നല്ല പഴുത്ത തക്കാളിയായിരുന്നു, ഉണ്ടോ, കിളി കുത്തി കുഴിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാം, ഇതിനെ ഇവിടോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഇതിവിടെ കിടന്ന് തൈയായിട്ട് കിളുത്ത് വരുമ്പം നമുക്കതിനെ മാറ്റി നടാം. ഇത്രയും മാത്രം ചെയ്താൽ നമ്മൾ ഈ വളർത്തുന്നിടത്തോട്ട് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഇച്ചിരി മണ്ണ് അതിൻ്റെ മേളിലോട്ട് ഇട്ടാൽ മതി. അപ്പം വെള്ളം വീഴുമ്പം പെട്ടെന്ന് കിളുത്തോളും. പിന്നെ ഇപ്പോൾ ഇവിടെ കളറ് മാറിയതുണ്ട്, അതങ്ങ് ഞാൻ പറിച്ചെടുക്കുവാണേ. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ പഴുക്കുന്നതിനനുസരിച്ച് കിളികൾക്കൊന്നും തിന്നാനില്ലാഞ്ഞിട്ടായിരിക്കും, ചൂടുകാലം തുടങ്ങിയിരിക്കുമല്ലേ, എന്നാലും നമുക്ക് കിട്ടത്തില്ല. ഈ പച്ച തക്കാളി പറിച്ചെടുത്താലും കറി വെക്കാം കേട്ടോ. പച്ചത്തക്കാളി നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പച്ചത്തക്കാളി അരിഞ്ഞിട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചതച്ച് ചേർത്തിട്ട് തോരൻ വെക്കുക. പുളി വേണമെങ്കിൽ ഒരു ചെറിയ കുടംപുളി, ഒരു ചെറിയ പീസ് കുനുകുനാന്നങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് വേവിച്ച് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. കരിവേപ്പില നല്ല സൂപ്പറാണ് കഴിക്കാൻ. അപ്പം ഞാൻ ഇത്രയും മാത്രം തക്കാളി വെള്ളമെടുത്തിട്ടുണ്ടേ, കണ്ടോ. ഇത് നമ്മുടെ പാലക്ക് ചീരയാണേ. ഇതുപോലൊരു 3 ചുവട് പാലക്ക് ചീര. ഇതാ മഴ സമയത്ത് വെച്ചാൽ, ഞാൻ കുറച്ചും കൂടെ എണ്ണങ്ങളൊക്കെ വെച്ചതായിരുന്നു. ആ മഴയാണെങ്കിൽ ഈ ചീരകളെ നമുക്ക് വളർത്തിയെടുക്കാൻ പാടാണ്. ഇതുപോലൊരു 3 ചുവട് മതി. നമ്മൾ ആ ഇലകളെ ചേർത്ത് മുറിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ടൊരു തോരൻ വെക്കാനുള്ള പാലക്ക് ചീര ഇതിനകത്ത് കിട്ടും. ഞാൻ തൈ പാകി മുളപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ കാണിച്ചു തരാവേ. വാ, ഇത് ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം കറിക്ക് വേണ്ടി പാലക്ക് ചീര മുറിച്ചെടുക്കുന്നത് കാണിച്ച ഈ ഒറ്റ ചുവട് മതി ഒരു തോരൻ വെക്കാൻ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ പാകിയ വിത്തുകളാണ്. ഇതുപോലെ കണ്ടോ, കിളുത്ത് നിൽക്കുന്നത്. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കിളുക്കത്തില്ല. കിളുത്ത വിത്തുകളും കൂടെ ചീഞ്ഞു പോകും. എന്നാൽ ഇനി ഈ പ്രായം മുതൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പാകി മുളച്ച് വരുന്ന സമയത്ത് തീരെ വെള്ളം കുറച്ചേ കൊടുക്കാവുള്ളൂ. തക്കാളി നമ്മൾ നട്ട് വളർത്തുമ്പം ഇത് കണ്ടോ, ഇപ്പം ഈ മാസത്തേക്കിനുള്ള തക്കാളിയാണ് നമ്മൾ ഈ വളർത്തുന്നത്. തക്കാളി ഒരു ചുവട് വളർന്ന് പൂവിടുമ്പോഴേ അടുത്ത ചുവട് തക്കാളി വെക്കണം. അതിനകത്ത് കാ വരുമ്പോഴും നമ്മൾ അടുത്ത ചുവട് തക്കാളി വെക്കണം. അങ്ങനെ വെച്ചാലേ നമുക്ക് തുടർച്ചയായിട്ട് തക്കാളിക്ക പറിച്ചെടുക്കാനും മാത്രമുള്ള തക്കാളി നമ്മുടെ തോട്ടത്തിൽ കാണത്തുള്ളൂ. അതിന് എല്ലാ മാസവും നമ്മൾ ഈ പറയുന്നത് പോലെ കൃഷി ചെയ്തുകൊണ്ടാൽ മതി. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് ഈ ഫെബ്രുവരി പോലത്തെ മാസത്തിൽ നട്ട് വളർത്താൻ പറ്റുന്നതാണ് പാവല് കേട്ടോ. പാവല്, അതുപോലെ പടവലം, ചുരയ്ക്ക, പീച്ചില് പോലെയുള്ളവയൊക്കെ നമുക്ക് ഈ സമയത്ത് നട്ട് വളർത്താം. ഇത് ചെറിയ കായ ഉണ്ടാകുന്ന, ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, ചെറിയ പാവയ്ക്ക ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പം കൂടുതൽ എണ്ണം ഉണ്ടാകും കേട്ടോ. നമുക്കൊരു 3-4 എണ്ണം പറിച്ചെടുത്താൽ അത് മാത്രം മതി. ഇവിടെ ഇപ്പോൾ പല ഇനം പാവലുണ്ട്. ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, ഇത് കണ്ടോ, ഇത് നമ്മൾ കൃത്യമായിട്ട് വിളവെടുക്കാത്ത കാരണം ഇവിടെ കിടന്ന് പഴുത്തു പോകുന്നതാണേ. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാവയ്ക്കാണ്. ഇത് മെഴുക്ക് പുരട്ടി വെക്കാൻ നല്ലതാണ്, അതുപോലെ തീയൽ വെക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഞാൻ
ഇതെല്ലാം ഏകദേശം ഒരേ സൈസ് തന്നെയുള്ള പാവയ്ക്കയാണേ. ഇതിൻ്റെ വേറൊരു സൈസ് ഞാൻ കാണിക്കാം. നോക്കി, ഇത് കണ്ടോ, ഇങ്ങനെ നീണ്ടു മാത്രമേ വരുള്ളൂ, വണ്ണം കുറവാണ് എപ്പോഴും, പക്ഷെ നല്ല നീളം വരുന്ന പാവയ്ക്കയാണേ. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് വേറൊരിനം പാവല കണ്ടോ, നല്ല കറുത്ത പച്ച നിറത്തിലുള്ള ചെറിയ ചെറിയ പാവയ്ക്ക. ഇത് കണ്ടോ, ഇതാണ് രുദ്രാക്ഷ പാവയ്ക്ക എന്ന് പറയും. കണ്ടോ, ചെറുതായിട്ടാണ് ഉണ്ടാകുന്നത്. അത് ഇവിടെയൊക്കെ കിടന്ന് പഴുത്തുപോയി. അതൊക്കെ 5-6 എണ്ണം വേണം, കൂടുതൽ എണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനി പഴുത്തതായതുകൊണ്ട് അവിടെ കിടന്നോട്ടെ. ഇത് കണ്ടോ, ഇഷ്ടംപോലെ എണ്ണം ഉണ്ടാവും. അവിടെ ഇവിടെ എല്ലാം ചെറുതായിട്ട് ചെറുതായിട്ട് ഏകദേശം ഇല പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, കണ്ടാലും മനസ്സിലാകത്തില്ല. പിന്നെ നമ്മൾ ആദ്യം പറിച്ച ഇനമാണ് ദേ ഈ കിടക്കുന്നത് കണ്ടോ. ഇത് നമ്മുടെ വിളവെടുക്കാനുള്ള ഇനിയുള്ള കോളിഫ്ലവറുകളാണേ. കണ്ടോ, ഇത് അത്രയും ആയിട്ടില്ല, ഇതിപ്പം വിളവെടുക്കാറായതാണ്. ദേ അവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് അവർക്ക് വർഷം മുഴുവനും ശീതകാല പച്ചക്കറികൾ നട്ടു വളർത്താമെന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ട് വിജയിക്കുവാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരാം. ഇപ്പം എന്നോട് പറഞ്ഞു തന്നില്ലേ, ഞാൻ നേരത്തെ ഇതേപോലെ ഒന്ന് കോളിഫ്ലവറിന് നോക്കിയതാണ് കേട്ടോ, സാധിച്ചില്ല. കണ്ടോ, ഇതിൻ്റെ കുറച്ച് ഇലകൾ നമുക്കങ്ങ് അടത്തി കളഞ്ഞേക്കാം. പിന്നെ ചെടിയുടെ ചോട്ടിലോട്ട് ഇട്ടാൽ മതി, നല്ല വളമാണ്. പിന്നെ നമ്മൾ ഇതിന് കൊടുത്ത വളമെല്ലാം ആ ചെടികൾക്ക് നേരെ കിട്ടും. കണ്ടോ, ഇത്രയും മതി, വലിയ വലിപ്പമുള്ളതല്ല. ഇതിനു മുമ്പ് നമ്മൾ വിളവെടുത്ത കോളിഫ്ലവർ എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളതായിരുന്നു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം, ഒരു കീടനാശിനികളും ചേർത്തിട്ടില്ല. ഈ കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പുഴുക്കൾ പിടിക്കും. അപ്പം കർഷകർക്ക് അവരെന്തെങ്കിലും തരത്തിലുള്ള ജൈവമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കീടനാശിനിയൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പം കോളിഫ്ലവർ ഒക്കെ വളർത്തുന്ന നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും നോക്കിയാൽ മതി, ഒരു കീടനാശിനിയുടെ ആവശ്യമില്ല. ഇനി വേണ്ടി വന്നാൽ നമ്മുടെ ബിവേറിയ മാത്രം കൊടുത്താൽ മതി, നമുക്ക് വിശ്വസിച്ച് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാനായിട്ട് പറ്റും. ഫെബ്രുവരിയിൽ നമുക്ക് പാകി കിളിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് സാലഡ് കുക്കുംബർ കേട്ടോ. ഇത് സാധാരണ സാലഡ് കുക്കുംബറാണ്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരാൾ ഇട്ടിട്ടുണ്ട് ഈ സാലഡ് കുക്കുംബർ പറിച്ച് തിന്നുന്നൊരു വീഡിയോ കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കുന്ന നല്ല സാലഡ് കുക്കുംബറാണ്. പക്ഷേ ഇതിൻ്റെ വിത്തുകൾക്ക് 15 രൂപ വരെ വില വരുന്നതാണ്. ഇത്രയും ചെറിയ പ്രായത്തിലായിരിക്കും, ഇതിന് മുള്ളൊന്നുമില്ല കേട്ടോ. ഇനി അഥവാ ചെറിയ മുള്ളു പോലെയൊക്കെ വന്നാലും തൂത്താൽ ഉടനെ മാറാനുള്ള അത്ര മുള്ളേ ഉള്ളൂ. ഈ ഒരു സമയത്താണ് സാലഡ് കുക്കുംബർ പറിച്ച് തിന്നാൻ ഏറ്റവും നല്ലത്. പക്ഷെ കച്ചവടക്കാർക്ക് ഒരിക്കലും ഈ പ്രായത്തിൽ പറിച്ച് വിൽക്കാൻ പറ്റത്തില്ല, കാരണം വെയിറ്റ് കുറവല്ലേ. പക്ഷെ നമ്മൾ നട്ടു വളർത്തുമ്പം ഇങ്ങനെ നമുക്ക് തിന്നാൻ പറ്റും. ഈ വില കൂടിയ വിത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, മുട്ടിന് സാലഡ് കുക്കുംബറാണ്. നല്ല തൊലി ഭയങ്കര മയമായിട്ടുള്ളതാണ്. ഇവിടെ തന്നെ ഇഷ്ടം പോലെ എണ്ണം ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പറാണ്. ഇതിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, പക്ഷെ വില കൂടുതലാണേ. ഇതുപോലെ നമ്മൾ ഈ ചൂട് കാലത്ത് വളർത്തേണ്ടുന്ന ഒരു സാധനമാണ്. വിത്തുകൾ പാകാത്തവരാണെങ്കിൽ പാകി വെച്ചോണം, തൈകൾ മുളച്ചവരാണെങ്കിൽ പറിച്ചു മാറ്റി നടാം. തണ്ണിമത്തൻ കണ്ടോ, നല്ല കറുത്ത കിരൺ തണ്ണിമത്തൻ്റെ വിത്തുകൾ നമുക്കിവിടെ ഉണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ച് മേടിച്ചോണം. അതിൻ്റെ വിത്തുകളാണ് ദേ ഈ വള്ളി വീശി കയറി തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മളുടെ സാധാരണ മത്തങ്ങയാണേ. മത്തങ്ങയും ഈ തണ്ണിമത്തനായാലും സാധാരണ മത്തയായാലും നട്ട് വളർത്തുമ്പം ശ്രദ്ധിക്കാനുള്ളത് നന്നായിട്ട് വെള്ളം കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവർ നല്ലതുപോലെ വളർന്ന് നല്ല വിളവ് കിട്ടത്തുള്ളൂ. ഈ പെട്ടി കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഉള്ളി കൃഷി ചെയ്തിരുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഉള്ളി വിളവെടുക്കുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഇനി എന്നാ നടണം എന്നാണോ നിങ്ങൾക്ക് ആഗ്രഹം അത് പറഞ്ഞു, നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഇതിനകത്ത് ചെയ്യാം കേട്ടോ, നിങ്ങൾ പറഞ്ഞു. പിന്നെ എല്ലാ ഇനം പയറും, വള്ളിപ്പയറുകൾ, വയലറ്റ് പയറായാലും പച്ചപ്പയറായാലും അങ്ങനെയുള്ള എല്ലാ ഇനം പയറുകളും നട്ടു വളർത്താൻ പറ്റിയ സമയമാണ്. ഞാനിവിടെ പാകി മുളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും ഇതേപോലെ തന്നെ പാകി മുളപ്പിക്കാം, നന്നായിട്ട് വിളവ് തരും. നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ നമ്മുടെ ഫെബ്രുവരി മാസത്തെ കൃഷി വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ ഈ നട്ടു വളർത്തലും വളവിടലും വെള്ളവിടിയിലും മാത്രം പോരാ, നല്ലതുപോലെ നീർവാർച്ചയുള്ള വളക്കൂറുള്ള ഇളക്കമുള്ള മണ്ണിലാണെങ്കിൽ മാത്രമേ ഈ ഫെബ്രുവരി പോലത്തെ മാസത്തിലുള്ള ചൂടുകാല കൃഷി വിജയിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ചെടികൾ വളർന്നു വരുന്ന അവസരത്തിൽ നമ്മൾ അവർക്ക് കൃത്യമായി താങ്ങ് കൊടുക്കണം. ഇത് നമ്മുടെ പയറിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് കുറച്ച് വളർച്ച എത്തിയതാണ്. ഇവർക്ക് നമ്മൾ ഇതേപോലെ, എനിക്കിപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് ഇങ്ങനെ വള്ളി കെട്ടിക്കൊടുക്കൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കമ്പ് കുത്തി കൊടുക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട്
ചാഞ്ഞും ചെരിഞ്ഞും ഒന്നും പോകാതെ കൃത്യമായിട്ട് വളർന്നു കയറാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാനും ഈ ചൂടുകാല കൃഷിയിൽ മറന്നു പോകരുത്. നമ്മൾ ഈ ഫെബ്രുവരി മാസത്തെ കൃഷി വിജയിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചുവട്ടിൽ മാറാതെ നനവും തണുപ്പും ഉണ്ടായിരിക്കണം. സ്ഥിരമായ നനവും തണുപ്പും കിട്ടിയെങ്കിൽ മാത്രമേ ഫെബ്രുവരി മാസത്തിലെ കൃഷി നമുക്ക് നന്നായി വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തപ്പം നമ്മൾ കൊടുക്കുന്നത് 2 ദിവസം കൂടുമ്പോഴായിരുന്നു വെള്ളം, അല്ലെങ്കിൽ ഒരു നേരമായിരുന്നു വെള്ളം എന്നൊന്നും പറഞ്ഞ് നമ്മൾ വാശി പിടിച്ചിരിക്കരുത്. നല്ല ചൂട് കാലമാണ്. നമ്മൾ നമ്മൾ വളർത്തുന്ന ചെടികളുടെ ആവശ്യവും ആഗ്രഹവും അനുസരിച്ച് അവർക്ക് വെള്ളം കൊടുക്കാൻ മറന്നു പോകരുത്. അതേപോലെ മറ്റൊരു കാര്യം, ഈ ഫെബ്രുവരി മാസത്തെ കൃഷിയുടെ വിജയത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് കീടങ്ങളുടെ ശല്യം, പ്രത്യേകിച്ച് വെള്ളീച്ച, മീലിമൂട്ട പോലെയുള്ള കീടങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ്. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഓരോ ഇലകളുടെയും അടിവശത്താണ് വെള്ളീച്ചകളായാലും മീലിമൂട്ടകളായാലും ഒക്കെ വന്ന് തുടങ്ങുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കീട നിയന്ത്രണവും കൂടെ നമ്മൾ ശ്രദ്ധിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ ഫെബ്രുവരി മാസത്തിലെ പച്ചക്കറി കൃഷി വിജയിപ്പിക്കാനും നല്ലതുപോലെ വിളവെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.